അസ്സലാമു അലൈക്കും. നമ്മൾ നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 3 കപ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണേ. 3 കപ്പ് അരിപ്പൊടിയാണ് ചെയ്തത്. അതിലേക്ക് 3 ഗ്ലാസ്, ഏത് കപ്പിലാണ് നമ്മൾ പൊടി എടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. 3 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിന് തിളച്ചതിന് ശേഷം അരക്കപ്പ് മാറ്റി വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം പൊടിയിൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നത് പോലെ നല്ലോണം കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതെല്ലായിടത്തും നനവ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച വെള്ളം നമുക്ക് അതിലേക്ക് എടുത്ത് ഒഴിച്ചു. അപ്പോൾ കറക്റ്റായിരിക്കും. എനിക്കിതിലേക്ക് 3 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. പൊടി എടുത്ത് അതേ കപ്പിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. പൊടി എല്ലാ ഭാഗത്തും നനഞ്ഞെന്നാകുമ്പോൾ നമുക്കത് തീ ഓഫാക്കിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഇതൊരു തട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് കൈ നനച്ചിട്ട്, നല്ല ചൂടുണ്ടാവും കേട്ടോ, ചൂടോട് കൂടി ചെയ്തെടുത്താൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തൊട്ട് കൈമേ ചൂടാകണതിനനുസരിച്ച് നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ തൊട്ടാൽ പൊടിയിലിങ്ങനെ താന്ന് പോണ രൂപമാണ്. ഇത് പൊടി കുഴഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാമല്ലോ. ഇതങ്ങനെ താന്ന് പോകും കേട്ടോ നിൽക്കുമ്പോൾ. ഇനി നമുക്കിതെല്ലാം പാകത്തിനുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കാം. ആദ്യം പ്രസ് ചെയ്തിട്ട് ആണ് നമ്മൾ പത്തിരി പലകമേ പരത്തിയെടുക്കുന്നത്. പൊടിയിൽ ചെറുതായിട്ടൊരു ഭാഗം ആക്കണം, ഇല്ലെങ്കിൽ എല്ലാ പത്തിരിയും ഒട്ടിപ്പോകും കേട്ടോ. ഇനി നമുക്ക് പലകയിൽ ചെറുതായിട്ട് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം. എല്ലാവരും ചെയ്തെടുക്കുന്നതായിരിക്കും, എന്നാലും ഒന്ന് കാണിക്കാന്നുള്ളൂ. ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കണ പാചകം പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഉണങ്ങല്ലരിപ്പൊടിയും പച്ചരിയും കൂടി കൂട്ടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ആവി വരുമ്പോഴാണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ആവി വരുമ്പോൾ ചട്ടിയിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ പൊള്ളയായിട്ട് വരും. അപ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പൊന്തി വരും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചട്ടകം കൊണ്ട് പൊന്താത്ത ഭാഗത്ത് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അത് ശരിക്ക് പൊന്തി വരും. ഇതിൻ്റെ പത്തിരിപ്പൊടീൻ്റെ റെസിപ്പി ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ 10 കിലോ പച്ചരിയും 5 കിലോ ഉണങ്ങല്ലരി, നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കില്ലേ, ആ അരിയും കൂട്ടി പൊടിച്ചതാണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. 1 വർഷമൊക്കെ എന്തായാലും കേടുവരാതെ നിൽക്കും. കരിയാതെ ചുട്ടെടുക്കണം, അപ്പോഴാണ് പത്തിരിയുടെ രസം ഉണ്ടാവുക കേട്ടോ.
കണ്ടില്ലേ പൊള്ളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല പത്തിരി ആയിക്കോട്ടെ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഏത് കറീൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മളെ മലപ്പുറംകാരുടെ നൈസ് പത്തിരി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.